എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തായാലും വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട് പോലീസിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അത് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ശരിക്കും ഇങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. ഏത് കാര്യമാണ് ഞാൻ പറയുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ ആലോചിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ATM കൗണ്ടർ തകർത്ത ആ ഒരു ഭീകരനെ വെടിവെച്ച് കൊന്ന ആ ഒരു പോലീസുകാർക്കാണ് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എത്ര അഭിനന്ദനങ്ങൾ അറിയിച്ചാലും മതിയാവില്ല. നമ്മുടെ കേരള പോലീസ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവരെ ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് നേരിടേണ്ടത്. ഇങ്ങനെയൊക്കെ നേരിടുകയാണെങ്കിൽ കുറേയൊക്കെ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കുറയും. അവിടെ നടന്ന ആ ഒരു ഏറ്റുമുട്ടലിൽ നമ്മുടെ തമിഴ്നാട് പോലീസ് ചെയ്തിരിക്കുന്നത് 2 പേർ, ഒരാളെ വെടിവെച്ച് കൊന്നു, ഒരാളുടെ 2 കാലിലും വെടിവെച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. മൊത്തം 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇവർക്ക് പിന്നിൽ ഇനി ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമ്മുടെ തൃശ്ശൂരിൽ, അതും നമ്മുടെ ഈ കേരളം പോലെ ഉള്ള ഒരു സംസ്ഥാനത്ത് കയറി 1 മണിക്കൂറിനകം വെച്ച് 3 ATM തകർത്ത് 65 ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് അത്രയും എന്താ പറയുന്നത്, അതിന് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിന് പറ്റത്തുള്ളൂ. ലോക്കൽ കള്ളന്മാർക്കൊന്നും ഇത് പറ്റത്തില്ല. അതും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് ATM തകർത്ത് അകത്ത് കയറുക, ആ ക്യാഷൊക്കെ വെച്ചിരിക്കുന്ന ചേമ്പറൊക്കെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് നശിപ്പിക്കുക, മുഖം മൂടി ധരിക്കുക, പിടിക്കപ്പെടാതിരിക്കാൻ CCTV ഫുട്ടേജ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CCTV ക്യാമറയിൽ കറുത്ത സ്പ്രേ അടിക്കുക. വല്ലാത്തൊരു ബുദ്ധി തന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ചെയ്തത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ലോക്കൽ കള്ളന്മാർക്ക് കൂടി ശരിക്കും ലോക്കൽ കള്ളന്മാർക്ക് കൂടി ഇതൊക്കെ കേട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ലോക്കൽ കള്ളന്മാർ കൂടി പത്രങ്ങൾ വഴിയും ചാനൽ വഴിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇതുപോലെയൊക്കെ പരീക്ഷിക്കാൻ ഇറങ്ങാതിരുന്നാൽ ഭാഗ്യം. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, കേരള പോലീസ് ഇടിച്ച് പിഴിഞ്ഞ് ഒരു മൂലയ്ക്കിരുത്തും. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവർ വന്നത് ഒരു കാറിലാണ് വന്നത്, ഒരു വെളുത്ത കാറിലാണ് വന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്തത്, ആ കാറിനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അതും കൊണ്ട് മുങ്ങുക ചെയ്തത്. എന്തൊരു ബുദ്ധിയെന്ന് നോക്ക്. കണ്ടെയ്നറുകൾ പരിശോധിക്കാനാണെങ്കിൽ എത്ര എണ്ണം പരിശോധിക്കാനാണ്? നമ്മുടെ മിടുക്കന്മാരായ കേരള പോലീസിന് കൂടി കൊടുക്കണം ഒരു കയ്യടി. കാരണം അവർ അവസരോചിതമായ രീതിയിൽ ഇടപെട്ട് അവരത് തമിഴ്നാട് പോലീസിനെയൊക്കെ അറിയിച്ച് അതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടപടിയൊക്കെ എടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതുകൊണ്ടും അവരെ അതിന് വേണ്ടുന്ന രീതിയിൽ തമിഴ്നാട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്കും ഇത് കൈകാര്യം ചെയ്യാൻ, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ഈ ദുഷ്ടന്മാരെ കണ്ടുപിടിക്കാനും ഒക്കെ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്ത ആ ഒരു നടപടി വളരെ അഭിനന്ദനീയമാണ്. ഇങ്ങനെയുള്ള രീതികളൊക്കെ കാണിക്കുന്നവരെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ തമിഴ്നാട് പോലീസ് ശരിക്കും ഇവന്മാരെ ഒരുത്തനെ വെടിവെച്ച് കൊന്നിട്ട് പോലും അവർ ശരിക്കും അറിയുന്നില്ല ഇവനെയൊക്കെ എന്തിൻ്റെ പേരിലാണ് ഇവരെയൊക്കെ പിടിക്കാനായിട്ട് പോയത്. ഇവിടെ കേരളത്തിൽ ഇവർ കേരള പോലീസ് ഇങ്ങനെയുള്ള ഒരു കണ്ടെയ്നറിൻ്റെ കാര്യത്തിലൊക്കെയുള്ള കണ്ടെയ്നറും കാറിൻ്റെയൊക്കെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മുടെ തമിഴ്നാട് പോലീസിന് കൈമാറിയത്. അത് വെച്ചിട്ടാണ് അവർക്ക് ഡൗട്ട് തോന്നിയ വണ്ടി അവർ പിടിച്ചിടുകയും എടുക്കുകയൊക്കെ ചെയ്തത്. അതിനെ ഫോളോ ചെയ്ത് പോയി അവരെ നിർത്താനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ കണ്ടെയ്നർ നിർത്തുന്നില്ല, അത് പാഞ്ഞു പറിച്ച് പോവുകയാണ്. അതിനെ ഫോളോ ചെയ്തിട്ട് ഒരു 4-5 ജീപ്പുകളിലും ഒത്തിരി ബൈക്കുകളിലൊക്കെ ആയിട്ട് നമ്മുടെ തമിഴ്നാട് പോലീസ് ഫോളോ ചെയ്ത് പോവുകയാണ്.
അപ്പോൾ ഈ പോകുന്ന പോക്കിൽ ഈ കണ്ടെയ്നർ എങ്ങും നിർത്താതെ കാണുന്നവരെയൊക്കെ ഇടിച്ചൊക്കെ തള്ളിയിട്ടും വണ്ടികൾ പോകുന്ന പോക്കിനുള്ള കുറച്ച് ബൈക്കുകളൊക്കെ തള്ളിയിട്ടു. സ്കൂൾ ടൈം ആയതുകൊണ്ട് കുട്ടികളെയൊക്കെ ഇടിച്ച് കുട്ടികൾ പോലും നിൽക്കുന്നത് നോക്കാതെ സ്പീഡിന് വരുന്നു. കുട്ടികളൊക്കെ ഭാഗ്യം പോലെ ഒഴിഞ്ഞു മാറിപ്പോയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഈ വണ്ടി ഇങ്ങനെ പോകുന്നു. ഒടുവിൽ നാട്ടുകാരിടപെടുന്നു, നാട്ടുകാരും കൂടി ഫോളോ ചെയ്യുന്നു. ഒടുക്കം ഇവന്മാരെ കിട്ടുന്നു. വലിയൊരു സംഘർഷം ഉണ്ടാകുന്നു. അതിന് നാട്ടുകാർക്കും കൂടി നന്ദി പറയുന്നേ മതിയാവും. കാരണം നാട്ടുകാരും കൂടി ഇടപെട്ടു. നാട്ടുകാരും കൂടി ഇടപെട്ടത് കൊണ്ടാണ് ഇവന്മാരെ പെട്ടെന്ന് നിർത്താനൊക്കെ സാധിച്ചത്. കാരണം ഇവന്മാരുടെ കണ്ടെയ്നറിന് മുമ്പിലായിട്ട് നാട്ടുകാർ അവരുടേതായ രീതിയിൽ വണ്ടികൾ കൊണ്ട് ഇടുകയും വണ്ടികൾ കൊണ്ട് ഓപ്പോസിറ്റായിട്ട് ഇടുകയും അങ്ങനെ മൊത്തത്തിൽ ഇവന്മാരെ ബ്ലോക്ക് ചെയ്തു. എല്ലാവരും കൂടി ശ്രമിച്ചു. ഇവന്മാരെ പിടിക്കാനും പറ്റി. പക്ഷേ പിടിക്കാൻ പറ്റിയെങ്കിലും ഇവന്മാരെ കേരള പോലീസിന് കൈമാറിയില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാര്യം ഇവന്മാരെ കേരള പോലീസിന് കൈമാറണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വെച്ചിട്ടായിരുന്നല്ലോ. കേരളത്തിലെയാണ് ഇവിടെ നടന്ന ആ ഒരു പിന്നെ കവർച്ചയൊക്കെ ഇവിടെയാണ് നടന്നതെങ്കിൽ പോലും സംഭവം ഇവന്മാരെ പിടിച്ചിരിക്കുന്നതും വെടിവെച്ച് കൊന്നിരിക്കുന്നതും രണ്ട് കാലിനും വെടിയേറ്റിരിക്കുന്നതും ഒക്കെ തമിഴ്നാട്ടിൽ വെച്ചല്ലേ. അപ്പോൾ കുറേ നിയമത്തിൻ്റേതായിട്ടുള്ള ചില കുരുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും കേരള പോലീസിന് കൈമാറുന്നതെന്ന് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും ശരിക്കും സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ശരിക്കും അവസാനം ഈ കണ്ടെയ്നർ ഒന്ന് തുറന്നു നോക്കിയപ്പോഴാണ് അതിനകത്ത് ഈ കാറ് കാണുന്നത്. ആ കാറിലാണ് 65 ലക്ഷം രൂപ ഇവന്മാർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇവന്മാരുടെ ബുദ്ധി ഭീകരം കേട്ടോ. കാര്യം ഇവന്മാർ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഈ കാറിൽ വന്ന് ഈ കവർച്ച നടത്തിയിട്ട് പോകുമ്പോഴത്തേക്ക് ഈ കാറായിരിക്കും റോഡ് സൈഡിലുള്ള CCTV ഫുട്ടേജിലൊക്കെ പതിയുന്നത്. അപ്പോൾ പിന്നീട് ആ കണ്ടെയ്നറിനകത്ത് കാർ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ടെയ്നറിനകത്ത് കാർ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര CCTV നോക്കിക്കഴിഞ്ഞാലും കാറ് കിട്ടത്തില്ലല്ലോ. അതുമാത്രമല്ല, കുറച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഈ വെളുപ്പാങ്കാലത്തെ സമയത്ത് കണ്ടെയ്നറുകൾ ഒരുപാടായിട്ട് പോകുന്ന സമയമാണ്. ആ സമയമാകുമ്പോൾ റോഡൊക്കെ വളരെ ഫ്രീ ആവുന്നൊരു സമയമാണ്, രാവിലെയുള്ള സമയങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് സുഖമായിട്ടങ്ങ് പോവാം എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. എന്തായാലും പിടിക്കപ്പെട്ടു. ഇതുപോലെയുള്ള ദുഷ്ടന്മാരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന എല്ലാ പോലീസ് ഓഫീസർക്കും അഭിനന്ദനങ്ങൾ. ബിഗ് സല്യൂട്ട്.